കയ്യിൽ 2 ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ ഇതേപോലെ ഒരു പാത്രം നിറയെ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല കറുമുറ എന്നുള്ള സ്നാക്സ് ആണ്. കടയിലൊക്കെ നമ്മൾ പാക്കറ്റ് ചിപ്സ് ഒക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിലും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ ഒരുപാട് തണുത്തൊന്നും പോവാതെ ചെറു ചൂടോട് കൂടി നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ദാ അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാം. അതിനുശേഷം ദാ ഇതേപോലെ നന്നായിട്ട് തന്നെ വേവിച്ച് ശരിക്കും ഒന്നും കൂടെ ഉടച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ ദാ ഇതേപോലെ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. ഒന്നെങ്കിൽ കാശ്മീർ റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എരിവുള്ളത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ചെറുതായിട്ട് കട്ട് ചെയ്ത നമ്മുടെ മല്ലിയിലയും ദാ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതെല്ലാം കൂടി തന്നെ കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ദാ ഇതേപോലെ. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവനുസരിച്ച് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം, അല്ല അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കേണ്ട. ഇതേപോലെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുത്തിട്ട് കുട്ടി കുട്ടി ബോൾസ് പോലെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഫിംഗർ ഷേപ്പിലാട്ടോ ആക്കിയെടുക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ വലുപ്പത്തിൽ ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മൾ ഓയിലിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുമിച്ച് ഇങ്ങോട്ട് വെന്ത് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാട്ടോ ആക്കിയെടുത്തിരിക്കുന്നത്. നമ്മുടെ മിക്സ് മുഴുവൻ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്ത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. അങ്ങനെ ഒരു പ്ലേറ്റ് മുഴുവൻ നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയമൊന്നും കളയാതെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഓയിലൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കണ്ടായേ. കാരണം ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് വന്നതാണ്. ഇനി ജസ്റ്റ് പുറം ഭാഗം ഇതേപോലെ ഒന്നിങ്ങോട്ട് കളർ മാറി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി സ്നാക്സ് ആണ്. കണ്ടോ, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുത്ത് വലിയ ചൂടൊക്കെ നാറുന്നതിന് മുമ്പ് ചെറു ചൂടോടുകൂടി നല്ലൊരു സോസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും നമുക്ക് പെട്ടെന്ന് നിങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ആ ഷേപ്പ് ആക്കി എടുക്കാൻ മാത്രമേ കുറച്ച് താമസമുള്ളൂ, ബാക്കിയൊന്നും അത്ര താമസം ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാക്കി എടുക്കാം, പക്ഷേ എല്ലാം ഒരേ അളവിലായി വന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ കളറൊന്നും മാറാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരുപാടൊന്നും തണുത്ത് പോകരുത്, അത്രയേ ഉള്ളൂ. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇതേപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരുപാട് റെസിപ്പീസ് വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ ഈ സ്നാക്സ് ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി സേഫ് ആയിട്ടിരിക്കുക. ബൈ.